ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നത് ഒരു കേക്ക് വാങ്ങിക്കാനാണ്. അതായത് വാവയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് കേക്ക് തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കാക്കനാടുള്ള ഓ മൈ കേക്കിൻ്റെ ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തീമും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിൻട്രസ്റ്റിൽ നിന്ന് ഒരു സ്പൈഡർമാൻ തീമിലുള്ള കേക്കാണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ പിൻട്രസ്റ്റിൽ നിന്ന് ഫോട്ടോയൊക്കെ നമ്മൾ റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. തന്നെയല്ല ഇന്ന് വുമൺസ് ഡേ ആയ കാരണം ഒരുപാട് വുമൺസ് ഡേ തീമിലുള്ള കേക്കൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കേക്ക് വന്നു. അപ്പോൾ അവരത് തുറന്ന് കാണിക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അതേ ഡിസൈനിൽ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അങ്ങനെ കേക്കും ഒരു ഹാറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ബർത്ത്ഡേക്ക് ഇങ്ങനെ തലയിൽ വെക്കാനായിട്ട് കേക്കും ഹാറ്റും ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പിന്നെ വൈകിട്ട് ഞാൻ വേഗം ഡിന്നർ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ബലൂൺസും സ്പൈഡർമാൻ തീം തന്നെയാണ് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ റെഡ് ബ്ലൂ ബ്ലാക്ക് തീമിലുള്ള ബലൂൺസ്, അതുപോലെ തന്നെ സ്പൈഡർമാൻ്റെ ഷേപ്പിലുള്ള ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ബലൂണ്, അതൊക്കെ നമ്മൾ നേരത്തെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവളുടെ ഗ്രാൻഡ് പാരൻസ് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഡ്രസ്സാണ് വാങ്ങിച്ചത്. അപ്പോൾ പറഞ്ഞു അവൾക്ക് ഡയറക്റ്റ് ഇപ്പോൾ കൊടുക്കണ്ട, നമ്മൾ കുറച്ച് ഗിഫ്റ്റ് പേപ്പേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതിൽ ഫോൾഡ് ചെയ്തിട്ട് ഞങ്ങൾ തരാം, അപ്പോൾ അങ്ങനെ കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ ഗിഫ്റ്റൊക്കെ ഒന്ന് പുതിയാനായിട്ടുള്ള പരിപാടി ചെയ്യുകയാണ്. ഞാൻ ഈ എടുക്കുന്നതൊക്കെ പണ്ടത്തെ ബർത്ത്ഡേക്ക് തൊട്ട് നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അതായത് ഈ ബലൂൺ ഇങ്ങനെ വീർപ്പിക്കുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അങ്ങനെ ഞാൻ പതുക്കെ ഡ്രസ്സസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അതിങ്ങനെ ഒരു ഗിഫ്റ്റ് പേപ്പറിൽ ഇങ്ങനെ പൊതിയാനായിട്ട് ഞാനിങ്ങനെ നോക്കുകയാണ്. ഞാൻ പൊതിഞ്ഞാൽ അങ്ങനെ അധികം നല്ല രീതിയിൽ വൃത്തിയാവത്തില്ല, എന്നാലും എനിക്കറിയാവുന്ന പോലൊക്കെ അങ്ങനെ ഞാൻ പൊതിഞ്ഞെടുത്ത് വെക്കാനായിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡ് വന്നിട്ട് പുള്ളി ഇങ്ങനെ പൊതിഞ്ഞ് തരാമെന്ന് വന്നിട്ട് ബാക്കിയുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പൊതിഞ്ഞ് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്പൈഡർമാൻ്റെ ഷേപ്പിലുള്ള ഒരു ബലൂണ്, അതുപോലെ തന്നെ ബാക്കി ബലൂണ്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ. ഞാനിങ്ങനെ നമ്മുടെ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കാണുന്ന പോലെ നല്ല ഉരുണ്ടിരിക്കുന്ന റൗണ്ട് ടൈപ്പിലുള്ള ബലൂണാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് വീർപ്പിച്ച് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല നീളത്തിലിരിക്കുന്നത് പോലെ ഉണ്ട്. അതായത് ഞാൻ വിചാരിച്ച ഒരു ആസ്തറ്റിക് ലുക്ക് കിട്ടിയില്ല. പക്ഷേ എന്തായാലും ഉള്ളത് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ ആട്ടോ ചെയ്തത്. ബലൂണൊക്കെ വീർപ്പിച്ചു, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ പിന്നെ ബ്ലാക്ക് ബലൂൺ വാങ്ങിച്ചത് ഞാനിങ്ങനെ പിൻട്രസ്റ്റിൽ കണ്ടു. സ്പൈഡർമാൻ അല്ലേ, അപ്പോൾ സ്പൈഡറിനെ ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ 2 ബ്ലാക്ക് ബലൂൺ, ഒന്ന് ചെറുതും വലുതും ആക്കി വീർപ്പിച്ചിട്ട് അത് രണ്ടും കൂടി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് പിന്നെ ഞാൻ റിബൺ വാങ്ങിച്ചു, ബ്ലാക്ക് റിബൺ. അതിങ്ങനെ കാല് പോലൊക്കെ ആക്കി ഇങ്ങനെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം ആർക്കും മനസ്സിലായിരുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു കൊള്ളാം, നല്ല ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല. കണ്ടോ, ഞാനിങ്ങനെ നടുക്ക് ഒരു സ്പൈഡറിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ കണ്ടോ, ഞാനിങ്ങനെ സ്പൈഡറിനെ അതിൻ്റെ കാല് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം 2 ബലൂൺ ഇങ്ങനെ മുകളിൽ അതിങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു വർക്കിംഗ് ഒക്കെ ആയിട്ടുള്ള വുമണിന് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ദിവസം അങ്ങനെ അധികം ഫ്രീ ടൈം അങ്ങനെ കിട്ടാറില്ല. പക്ഷേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മൾ നോർമലി ചെയ്യുന്ന കാര്യത്തിൽ നിന്നൊന്ന് ഡൈവേർട്ട് ചെയ്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിന് തന്നെ ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നും. അങ്ങനെ കണ്ടോ, ഞാൻ ഡെക്കറേഷനൊക്കെ ചെയ്തു. എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നി. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം പോയി ഞാൻ ഫ്രഷായി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നു. എന്നിട്ട് ഞാൻ ചേട്ടനോട് പറയാം കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോസ് ചെയ്യാണ്. പിന്നെ എനിക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇതുപോലൊക്കെ ഓരോന്ന് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി ഫ്രിഡ്ജിനകത്ത് നമ്മുടെ സ്പൈഡർമാൻ തീമിലെ കേക്ക് അതെടുത്ത് വെളിയിൽ കൊണ്ടുവന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ കേക്ക്. കാരണം ഞാൻ പറഞ്ഞ അതേ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് പക്ഷേ ക്രീം ഒന്ന് മെൽറ്റായിട്ടോ. അതേ കാരണം സ്പൈഡർമാൻ്റെ കയ്യിൽ നിന്ന് ആ നമ്പറിലേക്ക് വരുന്ന ഒരു ത്രെഡ് പോലൊരു സാധനം വരില്ലേ, അത് മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. റെഡ് വെൽവെറ്റ് കേക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുഞ്ഞ്
ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു. അങ്ങനെ ബർത്ത്ഡേയും സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അവിടെ വെറുതെ ഇരിക്കുക കേട്ടോ. പക്ഷെ നല്ല ചൂടായിരുന്നേ, കാരണം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ബലൂണൊക്കെ ഇങ്ങനെ പറന്നു പോയിരിക്കാൻ നമ്മൾ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തത്. പക്ഷെ നല്ല ചൂടാണ്, ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയാമല്ലോ. അപ്പം ചേട്ടനാണെങ്കിൽ പിന്നെ ബാക്കി കേക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാണ്. അധികം മധുരമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേക്കിന്. അപ്പോൾ ഈ ലിറ്റിൽ ലൈഫ് നോട്ട്സ് എന്ന എൻ്റെ ചാനലും ഞാൻ ഷെയർ ചെയ്യുന്ന വീഡിയോസും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറൊരു വ്ളോഗുമായിട്ട് പിന്നീട് കാണാം. സീ യു.